ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വൈകുന്നേരം എന്താണെന്നറിയില്ല, ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. ഒരു ഇരുട് മൂടിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല, ഒരേ മഴയാണ് അല്ലേ. കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ സമയമായി. നമ്മൾ ഇന്ന് ബ്രെഡ് പോളയാണ് ഉണ്ടാക്കുന്നത്. ഒരു 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രെഡ് പോള ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 3 മുട്ട പുഴുങ്ങാൻ വെച്ചു. ഒരു 2 മീഡിയം സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ 2 പോളയുടെ ക്വാണ്ടിറ്റിയാണ് ഈ ഫില്ലിങ് പറയുന്നത് കേട്ടോ. അപ്പോൾ 2 മീഡിയം സവാള എന്ന് പറയുന്നത് 2 പോളയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മസാല വാട്ടിയെടുക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ സാധനവും ഒരുമിച്ച് തന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വഴച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ വഴച്ചെടുക്കരുത്, നല്ല രീതിയിൽ തന്നെ വഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പൊടികളായിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത്. ഒരുപാട് മസാല ചേർക്കണ്ട. അപ്പോൾ ഒരുപാട് മസാലയാകുമ്പോൾ മസാല വല്ലാണ്ട് കുത്തും. അപ്പോൾ ലൈറ്റായിട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ മസാലയിലേക്ക് പിടിക്കുന്ന രീതിയിൽ, ആ ഉള്ളിയിലെ മസാലയിലേക്ക് പിടിക്കുന്ന രീതിയിൽ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മളൊന്ന് പൊത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫില്ലിങ്. ഇതിൻ്റെ മേലെ നമ്മൾ മുട്ടയും കൂടി നിരത്തി വെക്കും കേട്ടോ, പോളൊന്ന് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളെ ബ്രെഡ് പോളയുടെ ഫില്ലിങ്. ഉള്ളിയൊക്കെ റെഡിയായി, കണ്ടില്ലേ. ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ബ്രെഡും മുട്ടയാണ് ഉള്ളത്. അപ്പോൾ 2 പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പോളയിലേക്ക് 3 കഷ്ണം ബ്രെഡും പിന്നെ 2 മുട്ടയും ഒരു നുള്ളു ഉപ്പും കുറച്ച് പാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മസാല 2 പോർഷനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 മുട്ട ഞാൻ 2 പോളക്കാണ് എടുക്കുന്നത്, പുഴുങ്ങിയത് കേട്ടോ. അപ്പോൾ 1.5 കഷ്ണം മുട്ടയാണ് ഒരു പോളക്ക് ഞാൻ ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത്. 2 മുട്ട മാവിന് ബാറ്ററിനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അരച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോള പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് മേലെ നമ്മൾ അരച്ച ബാറ്ററിൽ നിന്ന് പകുതി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുക. ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ല. ഒരുപാടങ്ങ് കുക്കാണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അത് ഇതേപോലെ നിരത്തി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഇട്ടിട്ട് നമ്മൾ നിരത്തി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ മസാല എത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ കടിക്കുമ്പോൾ മസാലയും പിന്നെ അതേപോലെ മുട്ടയും ഒക്കെ ഒരുമിച്ച് കിട്ടണം. ആ രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്യുന്നത്.
അപ്പോൾ മസാല ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിന് മേലെ നമ്മൾ മുറിച്ച മുട്ട കഷ്ണങ്ങൾ ഇതേപോലെ നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ 3 മുട്ടയാണ് എടുത്തത്, അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. 2 പോള ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ. നമുക്ക് 1 പോള ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വലിയ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പോള ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലും ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് തിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ മുട്ട വെച്ചിട്ട് അതിന് മേലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് മസാല ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മാവുണ്ടല്ലോ, നമ്മൾ നേരെ പകുതിയല്ലേ ചേർത്ത് ആദ്യം, ബാക്കി നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സൈഡിൽ നിന്ന് വേണം ഒഴിച്ച് തുടങ്ങാൻ കേട്ടോ. ലാസ്റ്റ് സെൻട്രലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് ആകുമ്പോൾ ഇതേപോലെ റെഡിയായി വരും. ഉണ്ടാകും മുകൾ ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാനിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഇതേപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലയാൾക്ക് മറിച്ചിടാതെ തന്നെ ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിന് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കുക്ക് ചെയ്യണം. അപ്പോൾ അടിഭാഗം കരിയാതെ കിട്ടും. പഴയൊരു ഫ്രൈ പാന് ചൂടാക്കിയിട്ട് അതിന് മേലെ നമ്മൾ പോളപ്പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് കുക്ക് ചെയ്താലുണ്ടല്ലോ, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ ഒട്ടും അടി പിടിക്കില്ല. ഇതേപോലെ കറക്റ്റ് ലെവലിൽ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടില്ല, അടി പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലിപ്പ് ചെയ്യാണ് കേട്ടോ. മേൽഭാഗമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നമ്മളെ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് ഇഷ്ടം, ഇങ്ങനെ മേൽഭാഗം ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുള്ള ഒരു ടെക്സ്ചറിൽ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കട്ടൻ ചെയ്യണം കേട്ടോ. മഴയൊക്കെയല്ലേ, അപ്പോൾ നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോള കട്ട് ചെയ്തിട്ടേ ഉള്ളൂ, എവിടെ പോയി എന്നുള്ളത് ഞാനറിയില്ല കേട്ടോ. കാരണം കുട്ടികളുള്ളതുകൊണ്ട് പെട്ടെന്ന് തീരുന്നുണ്ട്, കണ്ടില്ലേ. നമ്മളിപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് പോള ഉണ്ടാക്കി നോക്കണം. പല രീതിയിൽ ഉണ്ടാക്കാം, എന്നാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.